അഖിൽ മാരാർ ഇവിടെ പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവം, ഒറ്റപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഭവങ്ങളാണ് അഖിൽ മാരാർ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതുപോലെ ഇന്ത്യ ഒരു ഭരണഘടന അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ ഭരണഘടന വന്നിട്ടുണ്ട്. ഇതൊന്നും മാരാർ അറിഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുടെ പൾസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇത് കേരളമാണ്, ഇവിടെ മലയാളികളാണ് ഉള്ളത്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് യു പിയിലോ ബീഹാറിലോ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കയ്യടി ലഭിച്ചേക്കാം. പക്ഷേ ഇതാണ് യഥാർത്ഥ വെള്ളപൂശൽ. നന്നായിട്ട് പൂശിക്കോളൂ കേട്ടോ. അഖിൽ മാരാറിന് ചരിത്രബോധമുണ്ട്. പക്ഷേ ഈ സംഘിക്കൂട്ടത്തിൽ കടന്നു കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് വില കൊടുത്തിട്ടും എന്ത് പൊട്ടത്തരം പറഞ്ഞിട്ടും എന്ത് മണ്ടത്തരം പറഞ്ഞിട്ടായിരുന്നാലും ശരി, വെള്ള പൂശിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സാബു ജേക്കബും അതുപോലെ ഇപ്പോൾ അഖിൽ മാരാറും. സാബു ജേക്കബ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് NDA, അതായത് 2020 NDA ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം സാബു ജേക്കബ് കൊടുത്തിട്ടുള്ള 1-2 ഇന്റർവ്യൂസ് ഒട്ടത്തരം പറഞ്ഞ് വെളുപ്പിച്ചെടുക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റിനെ പല കാര്യങ്ങളും പറഞ്ഞ് വെളുപ്പിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതാ അഖിൽ മാരാരും രംഗത്ത് വന്നിട്ടുണ്ട്. കേട്ടു നോക്കാം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒന്നാണ് ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അപ്പം പൊതുവെ BJP പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അത് ബീഫ് കഴിക്കാൻ പാടില്ല, പശു നമ്മളെ അമ്മേനെ പോലെ കരുതണം എന്നൊരു സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ അഖിലേട്ടനോട് ചോദിക്കണം, അഖിലേട്ടൻ ബീഫ് കഴിക്കാറുണ്ടോ? ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അഖിലേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അത് നിങ്ങളുടെ ഒരു അബദ്ധധാരണയാണ്. BJPക്കാർ ബീഫ് നിങ്ങളെന്ന് പറയുന്നത് പശുവിനെ കഴിക്കാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ അമ്മായിയമ്മ ഒരു BJPക്കാരിയല്ല, ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവർ ബീഫ് കഴിക്കാറില്ല. അത് പശുവിനെ കഴിക്കാറില്ല. അല്ലാതെ ഇപ്പം ഞാൻ ഒരുപാട് പോത്തും ബീഫും ഒക്കെ കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് കൂടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ശാരീരികമായിട്ടുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ